ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോയാണ്. എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. ധാവണി പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന പാറ്റേൺ ഒരു ബുക്കിലോട്ട് വരച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം മാത്രമാണ് ഞാൻ ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നത്. ലൈനിങ്ങിൽ അത് ആ ബുക്കിൽ പാറ്റേൺ വരച്ചതുപോലെ ലൈനിങ്ങിൽ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മാർക്ക് ചെയ്തിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് മെയിൻ ക്ലോത്തിലോട്ട് ഈ ലൈനിങ് കട്ട് ചെയ്തത് വച്ച് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് വച്ച് കട്ട് ചെയ്താണ് മെയിൻ ക്ലോത്ത് എടുക്കുന്നത്. മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. എല്ലാം കൂടെ എടുക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. എല്ലാം പെട്ടെന്ന് ചെയ്യുമായിരുന്നു. ഇതിലെ ബ്ലൗസിൽ കുറച്ച് ഹാൻഡ് വർക്കും കൂടി ഉണ്ടായിരുന്നു. ഹാൻഡ് വർക്ക് കുറച്ച് ഹെവി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ചുരുണ്ടു പോകുന്ന ടൈപ്പ് തുണിയായതുകൊണ്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യമേ സ്ലീവിലും ഫ്രണ്ട് നെക്കിലുമായിരുന്നു ഹാൻഡ് വർക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് സ്ലീവും റെഡിയാക്കി എടുക്കുന്നുണ്ട്. പഫ് വരുന്ന സ്ലീവായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം രണ്ട് സ്ലീവും ലൈനിങ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. സ്ലീവ് മാത്രമല്ല ഫ്രണ്ട് നെക്കും കൂടി ഞാൻ ലൈനിങ് ഇട്ട് തിരിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളായിരുന്നു. ഇല്ലെങ്കിൽ ഈ മെറ്റീരിയൽ ചുരുണ്ടു പോകുന്ന ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ വെയിറ്റ് കാരണം അത് താങ്ങത്തില്ല, വെയിറ്റ് താങ്ങത്തില്ല. അതുകൊണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഞാൻ അന്ന് ഉച്ച മുതൽ രാത്രി 7 മണി വരെ ഇരുന്ന് ഒരു സ്ലീവിൽ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ്. ആദ്യത്തെ ലെയറായിട്ട് സ്റ്റോൺ ലേസ് ഒട്ടിച്ചതിന് ശേഷം കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് ഒരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടാമത്തെ ലെയറായിട്ട് ഈ ഡിസൈൻ ചെയ്യാനായിരുന്നു കുറച്ച് ബുദ്ധിമുട്ട്. നല്ല അടിങ്ങി വരുന്ന ലെയർ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇരുന്ന് ബുദ്ധിമുട്ടിയാണ് ഈ വർക്ക് ചെയ്തെടുത്തത്. ആദ്യം ഒരു കട്ട് ബീഡും പിന്നെ ഒരു ഷുഗർ ബീഡും പിന്നെ 2 കട്ട് ബീഡും ഒരു ഷുഗർ ബീഡും പിന്നെ 3 കട്ട് ബീഡും ഒരു ഷുഗർ ബീഡും പിന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്തിരുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതാണ് ഞാൻ എണ്ണിയൊക്കെ കാണിക്കുന്നത്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്തിരുന്നത്. ഈ ലെയർ ചെയ്യാനായിരുന്നു കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഇത് ഒരുപാട് സമയം എടുത്തു. പിന്നെ സ്ലോയാണ്, പതുക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ നേരം ഇരുന്നിട്ടാണ് ഈ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തെടുത്തത്. സെക്കൻഡ് ലെയറാണിത്. ഇനി അടുത്ത ലെയർ ചെയ്യാനായിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. ആദ്യം ഞാൻ ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടാണ് അടുത്ത ലെയർ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഒറ്റ ഇരിപ്പിലിരുന്നാണ് ഞാൻ ഈ വർക്ക് ഫുള്ള് ചെയ്ത് തീർത്തത്. അടുത്തതായിട്ട് ഒരു സിംഗിൾ സ്റ്റോൺ ലേസ് ഒട്ടിച്ചതിന് ശേഷമാണ് ഞാൻ ഫ്ലവർ പോലത്തെ ഒരു സീക്വൻസും പിന്നെ ഷുഗർ ബീഡുമാണ് അടുത്ത ലെയറായിട്ട് കൊടുക്കുന്നത്. വീഡിയോയിൽ ഞാൻ സ്പീഡ് കൂട്ടി ഇട്ടിരിക്കുന്നത് കൊണ്ടും പിന്നെ എല്ലാ വീഡിയോസും എടുക്കാൻ പറ്റാത്തത് കൊണ്ടും നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് തോന്നുന്നതാണ്. ഒരുപാട് പാടുപെട്ടാണ് ഈ വർക്ക് ചെയ്തേക്കുന്നത്. 3 ദിവസം ഇരുന്ന് ചെയ്ത വർക്കാണ്. പിന്നെ അതിനിടയ്ക്കുള്ള ലേഴ്സൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ഞാൻ കംപ്ലീറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് കുറച്ച് സീക്വൻസും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെ വർക്കൊക്കെ ചെയ്ത് ഫൈനലി നമ്മളെ ബ്ലൗസ് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബ്ലൗസ്? എല്ലാവർക്കും ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി നല്ല ഫ്രഷായി വന്നിരുന്നിട്ടുണ്ട്. അമ്പലത്തിൽ പോയിട്ട് വന്നത് കൊണ്ട് തന്നെ മനസ്സ് നല്ല ശാന്തമായിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു. അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടി. അതിനുശേഷം നമ്മൾ സ്കർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇത് അതിനേക്കാളും ബുദ്ധിമുട്ടുള്ളൊരു തുണിയായിരുന്നു. കാരണം വെച്ചാൽ വലിഞ്ഞു പോകുന്ന ടൈപ്പ് ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വലിയ പാടായിരുന്നു. പിന്നെ പ്ലീറ്റുള്ള സ്കർട്ടായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരുവിധം സെറ്റാക്കി എടുത്തു. ഷർട്ടിന് ഞാൻ 1 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റാണ് ഇട്ട് കൊടുത്തത്. 1 ഇഞ്ച് വീതിയുള്ളതാകുമ്പോഴത്തേക്കും നല്ല ഭംഗിക്ക് കിടക്കും. എനിക്ക് 1 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റുള്ള സ്കർട്ടിന് അതാണ് കൂടുതലായിട്ട് ഞാൻ ഇടാറുള്ളത്. അതാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പണിയെന്ന് വെച്ചാൽ ഇതുപോലെ അയൺ ചെയ്തെടുക്കുന്നതാണ്. ഒരുവിധം ഇതാണെങ്കിൽ ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഉരുകിപ്പോവും. അങ്ങനത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കുറച്ച് ചൂടിലാണ് ഞാനിത് അയൺ ചെയ്തെടുത്തത്. അയൺ ചെയ്ത് ഈ പ്ലേറ്റൊക്കെ പിടിച്ച് ഇങ്ങനെ ഇടാൻ തന്നെ ഒരുപാട് സമയം എടുത്തു. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലെയൊന്നും അല്ല. അങ്ങനെ നമ്മൾ പാവാട സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടോ? ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ബൈ.